ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചില്ലേ എൻ്റെ തക്കാളി കൃഷിയെ പറ്റി. അത് അതിൻ്റെ തക്കാളി കണ്ട ഇന്നലെ ഞാൻ കുറച്ച് ഇവിടെ വിരുന്ന് വന്നവർക്കൊക്കെ പറിച്ചു കൊടുത്തു. നമ്മുടെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കൃഷികൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടാം അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ തക്കാളി നടുന്നത്, തക്കാളിക്കായ ഉണ്ടാകുന്നതൊക്കെ കാണും. എൻ്റെ സന്തോഷം ഞാൻ പങ്കുവെക്കുന്നതാണ് നിങ്ങളിലേക്ക്. നിങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ നട്ടിട്ടുണ്ടാകാം, കായ്കളുണ്ടാകാം. അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളും പങ്കുവച്ചിട്ടുണ്ടാകാം. എൻ്റെ സന്തോഷം ഞാൻ പങ്കുവെക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുക്കൽ നിന്ന് പോകുന്നില്ല. കൂട്ടുകാരൻ ഇങ്ങനെ എന്നെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് ഗൈസ്. ഞാൻ ചോട്ടിൽ നിന്ന് മാറി അത് ഇതിൻ്റെ ചോട്ടിൽ കിടന്നുകൊണ്ട് മറിഞ്ഞിട്ടാണ് അത് അനങ്ങുന്നത്. എന്നേക്കാൾ ഉയരത്തിലാണ് വീട്. ഉണ്ട് ഗൈസ്. അടുത്ത് മാറടാ. എൻ്റെ പോലെ ഇതിപ്പോൾ അടുത്ത ആൾ കണ്ട അവിടെ നിന്ന് ഇപ്പോൾ കുര തുടങ്ങും. അപ്പോൾ ഈ തക്കാളി കഴിഞ്ഞ ദിവസം ഒടിഞ്ഞു പോയി ഗൈസ്, വട്ടം ഒടിഞ്ഞു പോയി. എൻ്റെ ചോടിൻ്റെ മേളിൽ ഇവിടെ വെച്ച് ഒടിഞ്ഞു. ഞാൻ പിന്നെ എടുത്ത് നേരെ വെച്ചിട്ട് കെട്ടി വെച്ച്. പക്ഷെ പോയി എന്ന് കരുതി, പോകുമെന്നാണ് വിചാരിച്ചു. പക്ഷേ എന്നാലും കെട്ടി വെച്ചിട്ട് അത് ഇത് ഇലയൊക്കെ കരിഞ്ഞു വരുന്നു കണ്ടോ. അപ്പോൾ കെട്ടി വെച്ചത് കൊണ്ട് അത് പിടിച്ച്. അപ്പം അതിൽ നിന്നും ഒരു പാഠം മനസ്സിലായി. അത് ഒടിഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കരുത്. പക്ഷെ എന്തോ എനിക്ക് അന്നേരം അങ്ങനെ കെട്ടി വെക്കാൻ തോന്നി. ഞാനത് കെട്ടി വെച്ച്. ഈ 2 തക്കാളി കുഞ്ഞിനെ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കെട്ടി വെച്ചപ്പോഴത്തേനും അത് പിടിച്ച് കേട്ടോ. അത് പോയില്ല. പക്ഷെ ഞാനയ്യോ അത് ഒടിഞ്ഞല്ല, അത് ഒന്ന് ഇനി വെച്ചിട്ട് കാര്യമില്ലെന്ന് കരുതി കളഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ അത് പിടിക്കത്തില്ല. കണ്ടോ ഗൈസ്, എന്നേലും ഉയരത്തിൽ പോയി നിൽക്കും കണ്ടോ. ഇവിടെ ഒരാൾ എൻ്റെ കാലേ കിടന്ന് ഉരുമിക്കൊണ്ടിരിക്കുക. അവന് ഞാൻ തീറ്റ കൊടുക്കുന്ന ചെടി, എൻ്റെ റോസാ ചെടി കണ്ടോ, പൂക്കൾ നിൽക്കുന്നുണ്ടോ, ചെത്തിയിലെ പൂക്കൾ കണ്ടോ. കണ്ടോ ഗൈസ്, പിന്നെ എൻ്റെ കൂടെ നടക്കും. ഒരു കുഞ്ഞ് റോസ നട്ടിട്ടുണ്ട്, അത് പിടിക്കുന്നുണ്ട്. അതൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി നട്ടതാണ് കേട്ടോ. അത് പിടിച്ചിട്ട് വേണം അതിന് കൊടുക്കാൻ. ഇന്നലെ വന്നപ്പോൾ അതിന് ചെടിയൊന്നും കൊണ്ടുപോകാനുള്ള ഒരു ഇതില്ല. ബസ്സിനൊക്കെ പോകുന്നതാണ്. അപ്പോൾ ചട്ടിയോടെ കൊണ്ടുപോകാനൊരു ബുദ്ധിമുട്ട്, എടുത്തിട്ട് അങ്ങനെ നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ വേറൊന്നും കൊണ്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തിയുടെ ആരോഗ്യസ്ഥിതി നല്ലതാകുമ്പോഴത്തേനും അത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ പൂക്കൾ കണ്ടോ. അടുത്ത് ഇത് പുള്ളിക്കാരത്തി കൊടുക്കാൻ വേണ്ടി നട്ടാണ്. അത് നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇത് ആദ്യം ചെറിയ തണ്ടായിരുന്നു വന്നത്. അപ്പോൾ പിന്നെ ചോട്ടിൽ നിന്ന് പൊട്ടിക്കളിക്കുന്നുണ്ട്. ഞാൻ ചെറിയ തണ്ടിന് വെട്ടി. അപ്പോൾ നല്ലതായിട്ട് പിടിക്കുന്നുണ്ട്. ഇന്ന് വേറൊരു കമ്പോടി ഞാൻ നട്ട അതിൻ്റെ അകത്ത്. ഇതാ പൂക്കളുണ്ട്. പണ്ട് എല്ലാ വീടുകളിലും ഈ പൂക്കളുണ്ടായിരുന്നു. എല്ലാവരും തലയിൽ വെക്കാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് പറിച്ചുകൊണ്ട് പോയി തലയിലൊക്കെ വെക്കുമായിരുന്നു. ഇപ്പോൾ ആർക്കും ഈ പൂക്കളും വേണ്ട, ഒന്നും വേണ്ട. ചെടി തന്നെ അപൂർവം ചില വീടുകളിലേ കാണുന്നുള്ളൂ.
ഇതിപ്പോൾ എൻ്റെ വീടല്ല കേട്ടോ, ഞാനൊരു വീട്ടിൽ ജോലിക്ക് ഇരിക്കുന്ന അവിടുത്തെയാണ്. ഇതിനൊക്കെ നനയ്ക്കുന്നത് റോസ നടുന്നതും തക്കാളി നട്ടതും ഒക്കെ ഞാൻ തന്നെ. അടുത്ത കളിച്ചു വിടും. ചേട്ടാ ഇതിപ്പം പറിച്ചു കളയുമല്ലേ. എന്താ പച്ചമുളക് ചെടി എന്താ ഇതാ വേറൊരു തക്കാളി ചെടി. ഇതൊക്കെ പിടിക്കും പൂത്ത് കായൊക്കെ ആകുമ്പോഴത്തേന് കാണാൻ ഗൈസ്. ഇതൊക്കെ തന്നെ ഉള്ളതൊരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. അവിടെയുണ്ട് ചെറിയൊരു റോസാപ്പൂ. അതൊക്കെ വലിയ റോസയായിരുന്നു. അതൊക്കെ പൂത്ത് ഒരുപാട് ഇതായപ്പോഴത്തേന് നമ്മളത് വെട്ടിക്കൊടുത്തു. ഇത് കണ്ട ഒരാൾ വന്ന് നിന്ന് കരയുന്നുണ്ട്, മീൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ കൂട്ടുകാരാണ്. എൻ്റെ ചിക്കു ഉണ്ട്, ചിക്കു വാതൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ കാണാനുള്ള കാഴ്ചകളൊന്നും തന്നെ ഇല്ലതാ. ഇത് കാന്താരി അവിടെ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ചാമ്പ മരം എന്തേ പൂത്തിട്ടുണ്ട് കേട്ടത്. കായൊക്കെ ആകുന്നുണ്ട്. നിറച്ച് കായൊക്കെ ആകുമ്പോഴത്തേന് നമ്മളത് പറിച്ചെടുക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിടുന്ന വീഡിയോ ഒക്കെ കിട്ടും. ഇത് തുടക്കമായതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടാൻ അറിയത്തുള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നല്ല നല്ല വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും സഹകരിച്ച് എൻ്റെ ഈ പച്ചമുളക് കൃഷീനെ, എന്നെ ഈ തക്കാളി ചെടീനെയൊക്കെ സ്നേഹിക്കുന്ന എൻ്റെ ഈ കൂട്ടുകാരനെയൊക്കെ സ്നേഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഗൈസ്.